അപ്പം ഇതാണ് എൻ്റെ ഈ മാവിൻ്റെ കളക്ഷൻ എന്ന് പറയുന്നത്. സുഹൃത്തുക്കളൊക്കെ വിചാരിക്കും എൻ്റെ മാന്തോപ്പ് എന്നൊക്കെ പറയാൻ വേണ്ടി വലിയ ഒരുപാട് സ്ഥലത്ത് ചെയ്യുന്ന ഒരു സംഭവമാണെന്ന് വിചാരിക്കും. സംഭവം അത്രയൊന്നുമില്ല. ഇത്ര ഏരിയയിലാണ് ഇത്രയും മാവുകൾ നിൽക്കുന്നത്. ചെറിയ ചട്ടികളുണ്ട്, വലിയ ചട്ടികളുണ്ട്, ഇടത്തരം ചട്ടികളുണ്ട്. ഒരു മാവിൻ്റെ കാര്യം കൂടെ പറയാം. ഇത് നമ്മുടെ വീട്ടിലൊക്കെ വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ മറ്റൊരു അടിപൊളി ഒരു മാങ്ങയാണ്. ഇതാണ് നമ്മുടെ ശ്രീലങ്കയിൽ നിന്നൊക്കെ പണ്ട് വന്നിട്ടുള്ള കുളമ്പെന്ന് പറഞ്ഞ മാങ്ങയാണ്. ഒരു മിനിറ്റ്. ഇത് വന്നിട്ട് ഒരുപാട് വർഷമായി. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് കാലാപ്പാടിയാണ്. പിന്നെ ഈ കുളമ്പെന്ന് പറഞ്ഞത് ഒട്ടും മോശമല്ല, നല്ല ടേസ്റ്റ് തന്നെയാണ്. ഈ കുളമ്പെന്ന് പറഞ്ഞ മാങ്ങ സാധാരണ ശ്രീലങ്ക ഭാഗത്താണ് ആദ്യം ഉണ്ടായിരുന്നത്. ഇപ്പം നമ്മുടെ നാട്ടിൽ കേരളത്തിലൊക്കെ ഇഷ്ടംപോലെ ആളുകൾ വെച്ച് പിടിപ്പിച്ച് ഇഷ്ടംപോലെ മാവുകളുണ്ട്. ഇത് ഞാനിതുപോലെ ഒരു ചെറിയൊരു ചെടിച്ചട്ടിക്കകത്ത് വെച്ചു. എനിക്കൊരു 5-6 മാങ്ങ അതിനകത്തും കിട്ടും. ഞാൻ കാണിച്ചു തരാം. ഏതിനും നമ്മുടെ ഒരു വിജയം എന്ന് പറയുന്നത് ഈ ബാഗാണ്. ഈ ബാഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഒരു പ്രശ്നവും വരില്ല. വലിപ്പം അത്ര വലിയ വലിപ്പമൊന്നും വരില്ല. മീഡിയം ഉണ്ടോ? പക്ഷെ ടേസ്റ്റിൻ്റെയും മധുരത്തിൻ്റെയും കാര്യത്തിൽ ഒട്ടും പറയില്ലല്ലോ. ഏറ്റവും അടിപൊളി ടേസ്റ്റാണ്, നല്ല മധുരമാണ്. ചെറുതിൽ കണ്ണിമാങ്ങ അങ്ങനെ അച്ചാറൊക്കെ ഇടാനായിട്ട് യൂസ് ചെയ്ത് കേട്ടിട്ടുണ്ട്. പക്ഷെ എനിക്കറിയത്തില്ല. ഉണ്ടോ? ഒരു പുഴുക്കുത്തുമില്ല, പുഴുക്കേടുമില്ല, ഒന്നുമില്ല. എന്താ നല്ല 2 മാങ്ങ. ഇതാണ് നമ്മുടെ കുളമ്പ് മാങ്ങ. ഇതിൻ്റെ ഇല കണ്ട കർപ്പൂര മാങ്ങയുടെയൊക്കെ ഒരു ടൈപ്പ് ഇലയാണ്. പിന്നെ ആപ്പിൾ റൊമാനി എന്ന് പറയുന്ന ആ ഒരു മാവിൻ്റെയും സാമ്യമുള്ള ഇലയാണ്. ചെറിയ ചട്ടിയിലാണ് നിൽക്കുന്നത്. അല്ല, ഇതിൻ്റെ ചട്ടിയാണ് ഇത്, ഈ കാണുന്ന ചട്ടി. അതിൻ്റെ ഈ ബ്രാഞ്ചാണ് ഇത് നിൽക്കുന്നത്. ഈ ഒരു ചട്ടിയിലാണ് ഇത് നിൽക്കുന്നത്. അപ്പോൾ ഇത്രയും ചട്ടി മതി ഒരു മാങ്ങയൊക്കെ ഉണ്ടാവാൻ. നല്ല ടേസ്റ്റാണ്. കണ്ടോ, ഒരു ഇങ്ങനെ നീള ഷേപ്പാണ്. ഇതിനകത്ത് നല്ല ചെറിയൊരു സീഡും നല്ല ഫ്ലഷും നല്ലൊരു മധുരവും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ഫ്ലേവറുള്ള മാങ്ങയാണ്. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മുടെ വീട്ടിലൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞതൊക്കെ മാന്തോപ്പ് ഉണ്ടെന്നും പറയാം, ഇത്രയും മാങ്ങകൾ കഴിക്കുകയും ചെയ്യാം. ഇത് ആപ്പിൾ റൊമാനിയാണ്. ഞാൻ പിന്നെ ഒരു വീഡിയോയിൽ പറയാം. അങ്ങനെ ഒരു 10-35 വെറൈറ്റി മാവുകളാണ് ഈ ഭാഗത്ത് ചെറിയൊരു സ്പേസിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ നമുക്ക് നിൽക്കുന്നത്. അപ്പം ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ചെയ്യുക. വളരെ കുറച്ച് സ്ഥലം മാത്രം മതി, കൂടുതലായിട്ട് സ്ഥലമൊന്നും വേണ്ട. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.